പറഞ്ഞത് ടി.പി. ശ്രീനിവാസൻ, വിദേശകാര്യ വിദഗ്ധൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, നേരത്തെ തന്നെ ആക്രമണം നടത്തിയിരുന്നു. അത് പക്ഷേ ചെറിയ ആക്രമണം എന്ന് പറഞ്ഞ് തള്ളാവുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തേത് അങ്ങനെയല്ല. 8 പേർ കൊല്ലപ്പെടുന്ന ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം തൊടുത്തുവിടുന്നു ഇറാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാനും രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു എന്ന് വിലയിരുത്തേണ്ടി വരുമോ? ഇപ്പോഴത്തെ വാർത്ത വരുന്നത് പ്രസിഡന്റ് ബൈഡൻ ആവശ്യപ്പെട്ടു എന്നാണ് മിസൈലിനെ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പൊ അമേരിക്ക ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊരു അൺപ്രസിഡന്റഡ് സിറ്റുവേഷൻ ആണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ലോകത്തുണ്ടായിട്ടേ ഇല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം, പക്ഷെ ആളുകൾ മരിച്ചതായിട്ട് വാർത്തകളില്ല എന്നും കാണുന്നുണ്ട്. 8 പേർ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതെ, എന്നാലും ഒരു മാസീവ് ജീവനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ അതൊക്കെ ഒന്നും അറിയാൻ വയ്യാത്ത വാർത്തകൾ അറിയാത്തതുകൊണ്ടാണ്, കിട്ടാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ അമേരിക്ക സ്ട്രോങ് ആയിട്ട് ബൈഡൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇസ്രായേലിനോട് റിസ്ട്രെയിൻ ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഇത് കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അമേരിക്കയും തക്കം പാർത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇറാനെ കൂടി നിർവീര്യമാക്കിയാൽ അമേരിക്കയ്ക്ക് ഏതാണ്ട് ഭീഷണി പൂർണ്ണമായും ഒഴിവാകുന്ന സാഹചര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അമേരിക്ക ഒരിക്കലും ഇറാൻ ഇടപെട്ട് കഴിയുമ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് ചേരുമെന്നുള്ള സംശയമൊന്നും. അപ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുക തന്നെ ചെയ്യും അമേരിക്ക. തീർച്ചയായിട്ടും അവർക്കതിന് ഇസ്രായേലിനോട് അതില്ലാതെ വേറൊരു നിലപാട് എടുക്കാൻ കഴിയുകയില്ല. US will have to respond എന്നാണ് പറയുന്നത്. അപ്പോ കാണണം ആ റെസ്പോൺസ് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. ഒപ്പം നേരത്തെയും നമുക്കറിയാം എങ്ങനെയാണ് ഇറാൻ ഇങ്ങനെയായി മാറിയത്. അതിന് കാരണക്കാരായ അതേ അമേരിക്ക തന്നെയാണ്. സാർ, ഇതിലൊരു സംശയം കൂടി ഉണ്ടാകുന്നത്, ഈ ആയുധ ശേഷിയൊക്കെ ഇറാൻ നേരത്തെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാണ്, ലോകത്തെ വെളിപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ച് ഇത്തരം സംഘർഷ സമയത്ത് പോലും ഈ മാരക ശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ ഉണ്ട് എന്നൊക്കെയുള്ള ലോക നിരീക്ഷണങ്ങളുണ്ട്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അല്ല, ഈവൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാകാമെന്ന സാധ്യതയുണ്ട്. കാരണം അവർക്ക് ധാരാളം എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട്. ബോംബ് ഉണ്ടാക്കാൻ അവരൊന്ന് കൂടെ ചെടുത്താൽ മാത്രം അധികം ഉള്ളൂ. അത് റെസ്ട്രിക്ട് ചെയ്തത് അഗ്രിമെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ. 15 വർഷത്തേക്ക് ചെയ്യില്ല എന്ന് അവർ അഗ്രിമെന്റ് ചെയ്തു. അത് പിന്നെ ട്രംപ് അതിൽ നിന്ന് പിന്മാറി. അപ്പൊ അവർ ആ രീതിയിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലിനും അങ്ങനെ സാധ്യതയുണ്ടെന്നാണ്, അവരൊരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്രായേലിനെയും ഒരു നിയർ ന്യൂക്ലിയർ അതർവൈസ് ഇൻഫോർമൽ ന്യൂക്ലിയർ കൺട്രി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ഓർക്കാവുന്ന ഇതുപോലെ പണ്ടത്തെ 1962 മിസൈൽ ക്രൈസിസ് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും പുറകോട്ട് മാറുകയോ എന്തെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെ ഈ ഇസ്രായേൽ നേരത്തെ തന്നെ പറയുന്നുണ്ടല്ലോ, ഇനി ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടേ നിർത്തൂ. ആരൊക്കെയാണോ ഞങ്ങൾക്ക് നേരെ വരുന്നത് അതെല്ലാം തീർത്തിട്ടേ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണല്ലോ നെതന്യാഹു ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതെ, പക്ഷെ അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിൽ വരില്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. കാരണം ഇസ്രായേൽ ജനതയിൽ നിന്ന് തന്നെ അത്തരം വിയോജിപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതാണല്ലോ അദ്ദേഹത്തിന് ഈ ടൈഗർ റൈഡ് ചെയ്യുന്ന പോലെയാണ്. താഴെ ഇറങ്ങിയാൽ അദ്ദേഹം തന്നെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് യുദ്ധം അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. പക്ഷെ ആ യുദ്ധം വളരെ വലുതാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തന്നെ പോകേണ്ടി വരുന്നുള്ള സ്ഥിതി വിശേഷത്തിലെത്തും. അതുകൊണ്ട് റിസ്ട്രെയിന്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കും. എല്ലാ കാര്യങ്ങളിലും സ്ട്രാറ്റജിക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഹ്യൂമൻ എലിമെന്റ് നമ്മളെപ്പോഴും കണക്ക് കൂട്ടണമല്ലോ. ഒരു പക്ഷേ അതായത് ഈ പലസ്തീനിലെ അവിടം കൊണ്ട് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്രമേൽ രൂക്ഷിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു. ഏതാണ്ട് പലസ്തീൻ ഈ പോരാട്ടമൊക്കെ അവസാനിപ്പിച്ച സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്. പിന്നീട് ലെബനിലേക്കൊക്കെ കടന്നതാണോ കൂടുതൽ വഷളാക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതെ. അവിടെ ഒരു സീസ് ഫയർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ഇസ്രായേൽ അത് സമ്മതിക്കാത്തത് അവരുടെ ഹോസ്റ്റേജസിന്റെ പ്രശ്നം കൊണ്ടാണ്. ഹോസ്റ്റേജസ് ഇപ്പോഴും ഇസ്രായേലി ഹോസ്റ്റേജസ് ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വികാരഭരിതമായ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ആളുകൾ, വിശേഷിച്ചും സ്ത്രീകളും ഒക്കെ കുട്ടികളുമെല്ലാം അവിടെയാണ്, ഹമാസിന്റെ കയ്യിലാണെന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ നഷ്ടമായിട്ട് കണക്കാക്കുന്നത്. മറ്റു മരണങ്ങളൊന്നുമല്ല. അപ്പോൾ അത് ആ ഒരൊറ്റ ഇഷ്യൂവിലാണ് സീസ് ഫയർ ഉണ്ടാകാതെ പോയത്.
അപ്പൊ ഇനി അതിലും കൂടുതൽ സിറ്റുവേഷൻ ഉണ്ടായാൽ എന്താണ് ചെയ്യുക? സീസ്ഫയറിലേക്ക് പോകുമോ അതോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ കഴിയൂ. ശരി, എന്തായാലും അത്തരം സാധ്യതകൾ ആണ്. നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഉണ്ടാവുക എന്ന് അനുമാനിക്കാൻ പറ്റില്ല. വളരെ നന്ദി ശ്രീനിവാസ് സാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കൂടുതൽ രൂക്ഷിതമാകുന്ന സാഹചര്യമെങ്കിൽ സാറിനെ വീണ്ടും ബന്ധപ്പെടാം. എന്തായാലും